ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ പ്രചരണം ആരംഭിച്ചത് BJP ആണ്. അതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നിട്ടാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. BJPക്കും നരേന്ദ്രമോദിക്കും കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് UDFൻ്റെയും LDFൻ്റെയും നേതാക്കന്മാർ ഒരുമിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരാൾ വെറുതെ വന്നു പോകുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിലെ ഒരു MP-യോട് വളരെ സ്വകാര്യതയിൽ നരേന്ദ്രമോദി സംസാരിച്ച ഒരു കാര്യമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഞങ്ങളുടെ MP-യും ഉണ്ടാകും. അതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭയിലും ഞങ്ങളുടെ കുറച്ചധികം MLA-മാരും ഉണ്ടാകും എന്നുള്ള കാര്യം. ഉത്തരേന്ത്യയിലുള്ളതുപോലെ വലിയ രീതിയിൽ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടല്ല കേരളത്തിൽ നരേന്ദ്രമോദിയുടെ നീക്കം. സാമുദായിക ആചാര്യന്മാരെ പുകഴ്ത്തിയും മതമേലധ്യക്ഷന്മാരെ മുഖവിലക്കെടുത്തും കൊണ്ടാണ് പ്രചരണം. തീവ്രമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അമിത്ഷായെ നരേന്ദ്രമോദി അയക്കാറുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ ചുമതല നരേന്ദ്രമോദി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു വർഗീയ പാർട്ടിയുടെ നേതാവായ നരേന്ദ്രമോദി ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ വടക്കുംനാഥനെ വലം വച്ച് കേരളത്തിൻ്റെ ചരിത്രത്തെ വാഴ്ത്തിപ്പാടി കവർന്നെടുത്തത് മതങ്ങൾക്കപ്പുറത്തെ മലയാളി മനസ്സിനെയാണ് എന്ന് ആരും മറന്നു പോകണ്ട. ഒരു പൊതുസമ്മേളനം എന്നതിലുപരി ഒരു സ്ത്രീ സമ്മേളനം സംഘടിപ്പിച്ചത് ഈ സുരേന്ദ്രൻ്റെ ബുദ്ധിയൊന്നുമല്ല. അത് നരേന്ദ്രമോദി ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ കേരളയുടെ അജണ്ടയാണ്. മോദി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടതും അതാരാണ് എഴുതിയതെന്ന് മനസ്സിലായിട്ടും പ്രഖ്യാപനത്തിന് മുൻപേ ഇങ്ങനെയൊരു പണിയെടുത്തവരെ വിഭാഗീയ പ്രവർത്തനമായി കാണാതെ അംഗീകരിച്ചതുമെല്ലാം വെറും യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചിന്താശേഷിയുടെ പ്രശ്നം മാത്രമാണ്. എല്ലാം നരേന്ദ്രമോദിയുടെ വ്യക്തമായ അജണ്ടയും പദ്ധതിയുമാണ്. തൃശ്ശൂരിൽ വിത്ത് വിതക്കാനെത്തിയ നരേന്ദ്രമോദി അത് തൃശ്ശൂരിലല്ല തിരുവനന്തപുരത്ത് കൊയ്യാനുള്ള നീക്കത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് അവസരങ്ങൾ ഒത്തുവന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നരേന്ദ്രമോദി എത്തും എന്നുള്ളതാണ് വളരെ രഹസ്യമായി തയ്യാറാകുന്ന മാസ്റ്റർ പ്ലാൻ. തൃശ്ശൂരിൽ കിട്ടിയ പ്രതികരണം മോദിക്ക് വളരെ നല്ലതാണെന്ന് തോന്നിയാൽ തിരുവനന്തപുരത്ത് വാർ റൂം തുടങ്ങാനാണ് പദ്ധതി. തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നീക്കം. അദ്ദേഹത്തിന് അവിടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ശശി തരൂർ. ശശി തരൂറിൻ്റെ തുടർച്ചയായ വെല്ലുവിളി സ്വീകരിക്കാൻ നരേന്ദ്രമോദിക്ക് ധൈര്യം ലഭിക്കണമെങ്കിൽ പിണറായി വിജയൻ്റെ മൗനാനുവാദം കൂടി വേണമെന്നതിനാലാണ് സ്വർണ്ണക്കടത്തിൻ്റെ ഓഫീസ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന ഒരു താക്കീത് നൽകി അദ്ദേഹം പോയത്. വാരണാസിയോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നരേന്ദ്രമോദി എത്തിയാൽ BJPക്ക് എന്നും മരുഭൂമിയായ കേരളത്തിൽ ഒരു ചാറ്റൽ മഴയെങ്കിലും പെയ്യിപ്പിക്കാമെന്ന് നരേന്ദ്രമോദിയും BJPയും കണക്ക് കൂട്ടിക്കഴിഞ്ഞു. ഇന്നും നാളെയും കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ട് കേരളം പിടിക്കാമെന്ന BJP തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണിത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു തരംഗം നരേന്ദ്രമോദിയെ കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയാണ് BJP. ഇനിയൊരവസരം ഇതുപോലെ കിട്ടിയെന്ന് വരില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി മത്സരിക്കാനുള്ള സാധ്യതയേയില്ല. ഒരുപക്ഷെ മോദി തരംഗവും ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഇത്തവണ മോദിയെ ഇറക്കി പരീക്ഷിക്കുന്നതോടെ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കും. ഹൈന്ദവ വോട്ടുകൾ പരമാവധി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ലത്തീൻ കത്തോലിക്കയ്ക്കും നാടാ സമുദായത്തിനും നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ പഠിച്ച പണി 18ഉം BJP പുറത്തെടുക്കും. ഒപ്പം അദാനി എന്ന വലിയ ബിസിനസ്സുകാരനും ഒപ്പമുണ്ടാകും. പിണറായി വിജയനെ ഇതുവരെ തൊടാതെ വച്ചതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരാഗ്രഹമാണെന്നും പറയുന്നവരുമുണ്ട്. പേടിപ്പിച്ചു വരുതിയിൽ നിർത്തിയിരിക്കുകയാണ്. CPIയുടെ സിറ്റിംഗ് സീറ്റിൽ CPMൻ്റെ വോട്ടുകൾ പിടിച്ചെടുക്കാമെന്നും പിണറായിയെ തന്നെ വെച്ച് അതിന് കളമൊരുക്കാമെന്നും BJP ഉറപ്പിച്ചിരിക്കുകയാണ്. പറയുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും വളരെ കാലമായി തയ്യാറാക്കുന്നൊരു പദ്ധതിയാണ് ഇതെന്നാണ് വ്യക്തമാകുന്നത്. സുരേന്ദ്രൻ്റെ ഒരു കേസൊതുക്കാനോ കൊടകരയിലെ കുഴൽപ്പണം മൂടിവെക്കാനോ ഒന്നുമല്ല പിണറായിയെ തൊടാതെ ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നത്. അതിന് പ്രതിഫലമായി തിരുവനന്തപുരമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത തള്ളിക്കളയാനാകില്ല. ജയിച്ചാൽ വാരണാസി ഒഴിവാക്കി തിരുവനന്തപുരത്തെ MP-യായി കേരളം പിടിക്കാൻ നരേന്ദ്രമോദി ഇവിടെ തന്നെ നിൽക്കും.
ഇനി നരേന്ദ്രമോദിക്ക് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിലും വാരണാസി കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ നടത്തും. ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിക്കാൻ വരണമെന്ന പാർട്ടിയുടെയും പാർട്ടിക്കാരുടെയും ആവശ്യം നിരസിച്ച് നരേന്ദ്രമോദി പോകുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റുകയാണ്. വെറുമൊരു മണ്ഡലത്തിലെ വിജയം എന്നതിനപ്പുറം ഒരു സംസ്ഥാനം പിടിച്ചെടുക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി മുൻതൂക്കം നൽകുന്നത്. അതിൻ്റെ മുന്നോടിയാണ് തൃശ്ശൂരിൽ വന്ന് ഒന്ന് ഇളക്കി നോക്കിയത്. വടക്കുംനാഥൻ്റെ മണ്ണിൽ നിന്നും അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക് എന്ന് BJP-ക്കാർ രഹസ്യം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ലോകസഭ മാത്രമല്ല, അടുത്ത കേരള നിയമസഭ കൂടിയാണ്.